ചെമ്മലമറ്റം 12 ശ്ലീഹന്മാരുടെ ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹോദരന്റെ തിരുനാളിനനുബന്ധിച്ച് ഇടവകയിലെ കലാപ്രതിഭകൾ ചേർന്ന് ഒരുക്കിയ നാടകം ആ ശബ്ദം നിലച്ചിട്ടില്ല അരങ്ങിലെത്തി. അരങ്ങത്ത് മണിയറയിലും പ്രവർത്തിച്ചവരെല്ലാം ചെമ്മലമറ്റം ഇടവകയിലെ അംഗങ്ങളായിരുന്നു. ഇടവകയിലെ 50ഓളം കലാകാരന്മാർക്കൊപ്പം ഇടവകയിലെ കൊച്ചച്ചൻ ഫാദർ ടോം കട്ടിപ്പറമ്പിലും അഭിനേതാവായി എത്തിയതോടെ സദസ്സിൽ നിറഞ്ഞ കൈയടി ഉയർന്നു. ബൈബിളിലെ വിശുദ്ധ സ്നാപയോഹന്നാന്റെ കഥയെ ആസ്പദമാക്കിയാണ് ആ ശബ്ദം നിലച്ചിട്ടില്ല നാടകം ഒരുക്കിയത്. ഞങ്ങളൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഹെവൻലി കമ്മ്യൂണിക്കേഷൻസ് ബാനർ തുടങ്ങി ഇത്തവണ ഒരു ബൈബിൾ നാടകം ഈ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫൈനൽ റിഹേഴ്സലൊക്കെ കഴിഞ്ഞു, ലൈറ്റ് റിഹേഴ്സൽ കഴിഞ്ഞു, സ്റ്റേജ് റിഹേഴ്സലെല്ലാം കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥനയോടെ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം നമ്മുടെ ബാലതാരങ്ങളാണ്. ഇത് നമ്മുടെ സീനിയർ പാർട്ടികളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ലേഡീസ് ഉണ്ട്. അവരൊക്കെ ഒരുങ്ങിയെല്ലാം നിൽക്കുകയാണ്. ഒരു 7:30 ഈ നാടകം ഇവിടെ ആരംഭിക്കും. ഈ 2 മാസത്തെ കഠിന പ്രയത്നം ഇതിൻ്റെ പുറകിലുണ്ട്. രചനയും സംവിധാനമൊക്കെ ഞാനാണെങ്കിലും അവതരിപ്പിക്കുന്ന ഇവർ വളരെ കഠിന പ്രയത്നം ചെയ്താണ് ഓരോ സീനും നിരവധി പ്രാവശ്യം ടേക്ക് എടുത്താണ് ഇവരത് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇടവാംഗമായ ബിജോ മാത്യു കൊല്ലംകൊമ്പിലാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. ഇടവികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംപറമ്പിൽ ഹെവൻലി കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ സമിതി രൂപീകരിച്ചാണ് നാടകത്തിന് ചുക്കാൻ പിടിച്ചത്. 3 മാസത്തെ കഠിനമായ പരിശീലനത്തിന് ശേഷമാണ് നാടകം അരങ്ങിലെത്തിയത്. മറ്റു വേദികളിലും നാടകം അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിനാണ് ഈ കലാപ്രതിഭകൾ.